നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ എന്തെല്ലാമെന്ന് നോക്കാം. 1.3 ലക്ഷം ആളുകൾക്ക് പിഴ വരുന്നു. പുതിയ റേഷൻ കാർഡുകൾ സപ്ലൈകോ മാറ്റിയ പുതിയ വകുപ്പ്. നിങ്ങൾക്ക് റേഷൻ കാർഡ് നഷ്ടമാകുമോ? ആരെല്ലാം ഇത് സൂക്ഷിക്കേണ്ടതുണ്ട്? ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കണ്ടാൽ നിങ്ങളുടെ റേഷൻ കാർഡ് സുരക്ഷിതമാണോ എന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ റേഷൻ കാർഡ് സംവിധാനം. ആദ്യം നമുക്ക് കേരളത്തിലെ റേഷൻ കാർഡ് വിഭാഗങ്ങൾ മനസ്സിലാക്കാം. മഞ്ഞ കാർഡ് AAY, അത്യന്തം ദരിദ്ര കുടുംബങ്ങൾ, സൗജന്യ അരി കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പിങ്ക് കാർഡ് PHH, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യം ലഭിക്കുന്നു. നീല കാർഡുകാർ നോൺ പ്രിയോറിറ്റി സബ്സിഡി ലഭിക്കും. വെളുപ്പ് കാർഡ് നോൺ പ്രിയോറിറ്റി സബ്സിഡി ഉണ്ടാകില്ല. ഏറ്റവും കൂടുതൽ പരിശോധന നടക്കുന്നത് പിങ്ക്, മഞ്ഞ കാർഡുകളിലാണ്. 1.3 ലക്ഷം ആളുകൾക്ക് പിഴ വരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. സുഹൃത്തുക്കളെ, 2026 ഫെബ്രുവരിയിൽ വന്ന ഏറ്റവും വലിയ വാർത്തയാണ്. 1.3 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് പിഴ വരുന്നു. ഇത് എന്തുകൊണ്ടാണ്? സർക്കാർ ജോലിയുണ്ടായിട്ടും പിങ്ക് കാർഡ്, വരുമാനം പരിധിക്ക് മുകളിലായിട്ടും AAY കാർഡ്. വ്യാജ വിവരങ്ങൾ. ഒരു കുടുംബത്തിൽ ഒന്നിലധികം കാർഡുകൾ ഉപയോഗിക്കുന്നു. പിഴ എത്രയാണ്? ചിലർക്ക് 5000, ചിലർക്ക് 10,000 വരെ. മൊത്തം 9 മുതൽ 10 കോടി വരെയാണ് പിഴ ഈടാക്കുന്നത്. ഇനി പരിശോധന കൂടുതൽ കർശനമാകും. 1.72 ലക്ഷം പേർ സ്വമേധയാ കാർഡ് വിട്ടു. ഇതൊരു നല്ല വാർത്ത തന്നെയാണ്. 1.72 ലക്ഷം ആളുകൾ സ്വമേധയാ അവരുടെ പിങ്ക്, മഞ്ഞ കാർഡ് തിരികെ നൽകിയിട്ടുണ്ട്. കാരണം അവർ അർഹരല്ലെന്ന് മനസ്സിലാക്കി. പിഴ ഭയന്ന് സർക്കാർ അറിയിപ്പ് വന്നതോടെ ഇത് കാരണം അർഹരായ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. പുതിയ റേഷൻ കാർഡുകൾക്ക് ആർക്കെല്ലാം ലഭിക്കുന്നതായിരിക്കും നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 5,53,858 പിങ്ക് കാർഡുകൾ, 58,487 മഞ്ഞ കാർഡുകൾ, മൊത്തം 11 ലക്ഷത്തിലധികം കാർഡുകൾ പുതുക്കുകയും തിരുത്തുകയും സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേക സംഭവം: ആലപ്പുഴയിൽ നദീതീരത്ത് താമസിക്കുന്ന ഒരു കുടുംബത്തിന് ആദ്യമായി റേഷൻ കാർഡ് നൽകി. ഒരാളും ഒഴിവാകരുത് എന്നതാണ് സർക്കാർ നിലപാട്. സപ്ലൈകോ മാറ്റി പുതിയ വകുപ്പ് എന്താണ്? എന്തുകൊണ്ടാണ് മാറ്റിയത്? ഇനി വരുന്ന ഏപ്രിൽ 1, 2026 മുതൽ സപ്ലൈകോ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് കാരണം അരിച്ചോർച്ച, അനധികൃത വിൽപ്പന, സ്റ്റോക്ക് മിസ്മാച്ച് ഉണ്ടായതുകൊണ്ട് ഇനി കർശന പരിശോധന, ഡിജിറ്റൽ ട്രാക്കിംഗ്, ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉണ്ടാകും. റേഷൻ ഷോപ്പുകളിൽ മാറ്റങ്ങൾ കാണാം. നിങ്ങളുടെ റേഷൻ കാർഡ് സുരക്ഷിതമാണോ എന്ന് നോക്കാൻ ഈ ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്. സർക്കാർ ജോലിയുണ്ടോ? വരുമാനം പരിധിക്ക് മുകളിലാണോ? വീട്ടിൽ വാഹനം, വലിയ വീടുണ്ടോ? തെറ്റായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എങ്കിൽ കാറ്റഗറി മാറ്റാൻ അപേക്ഷിക്കുക. എവിടെ അപേക്ഷിക്കാം? അക്ഷയ സെന്റർ, സിവിൽ സപ്ലൈസ് കേരള വെബ്സൈറ്റിൽ സ്വമേധയാ മാറ്റിയാൽ പിഴവ് ഉണ്ടാവുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ ചെന്ന് നിങ്ങളുടെ തെറ്റില്ലാതെ തന്നെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, റേഷൻ കാർഡ് എന്ന ഭക്ഷണം മാത്രമല്ല, സർക്കാർ ആനുകൂല്യങ്ങളിലേക്കുള്ള വാതിലാണ്. തെറ്റായ കാർഡ് ഉണ്ടെങ്കിൽ പിഴ, നിയമ നടപടി, കാർഡ് റദ്ദാക്കൽ. ശരിയായ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം, ധനസഹായം, സുരക്ഷ എന്നിവ കൂടി ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.